ഹലോ, ഇന്ന് സൺഡേ മാർച്ച് 9 നമ്മളൊരു സ്ഥലം വരെ പോവാണ്. എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന്ന് മനോജേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇന്നല്ല ബർത്ത്ഡേ കേട്ടോ, മാർച്ച് 11 ട്യൂസ്ഡേ, മറ്റന്നാളാണ് മനോജേട്ടന്റെ ബർത്ത്ഡേ. പക്ഷെ നാളെ ദച്ചൂട്ടന്റെ ആനുവൽ എക്സാം തുടങ്ങുക. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം. എവിടെ പോകണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചേട്ടനെയും ദച്ചൂട്ടനെയൊക്കെ പൊക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എത്ര മണിയായി? 9. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ പതുക്കെ പോകണം. ഇത് ആക്ച്വലി കുറച്ച് ദൂരമുണ്ട് ഈ സ്ഥലം. 2 മണിക്കൂർ എന്തായാലും എടുക്കുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ അത്രയും കാണിച്ചില്ല. നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു മണിക്കൂർ 20 മിനിറ്റേ കാണിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചധികം നേരത്തെ ആയി പോയതുകൊണ്ട് ഇച്ചിരി പതുക്കെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്. അച്ചുവിൻ്റെ എക്സാം വേണ്ട വേറെ പരിപാടിയും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലം വരെ പോയിട്ടെങ്കിലും വരാമെന്ന് വെച്ചു. എക്സൈറ്റഡ് ആണോ? പിന്നെ നല്ല എക്സൈറ്റഡ് ആണ്. സ്ഥലം അറിഞ്ഞോളല്ലോ. എത്രാമത്തെ ടോളോ? 4ാമത്തെ. 4-5 ഒക്കെ ആയി. നമുക്ക് എവിടെയെങ്കിലും വല്ല കമ്പിയോലിയും പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ടോളും പിടിച്ച അവസാനം വല്ലവരും ഒന്നും ചള്ളക്കരണം പൊട്ടി ടോള് നിർത്തിപ്പോ. വെൽക്കം ടു ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. ഇനിയെങ്കിലും രസമുണ്ടോ? ഒരു പിടുത്തമില്ല. എന്ത് വെച്ചിരിക്കണേ? എന്താ ചിരിക്കുന്നത്? വണ്ടർലയാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അല്ലാതെ ഇവിടെ ഈ വഴിയിൽ വണ്ടർലയുടെ ബോർഡ് മാത്രമേ ഉള്ളൂ. ഡയപ്പർ കിട്ടുന്നുണ്ട് വെള്ളത്തിൽ ചേർന്ന്. അതാണ് ഞാൻ, അതായത് വണ്ടർല എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വേറെ റോഡൊന്നുമില്ല. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ വെച്ചിട്ട് ഇനി ഒരു ബോർഡ് നോക്കി പോരുത്. ഞാൻ ശരിപ്പെടുത്തും. ബോർഡ് നോക്കാൻ നടക്കുന്നുണ്ട്. മനുഷ്യൻ ഗൂഗിൾ മാപ്പ് പോലും കാണിക്കുന്നില്ല. അപ്പോഴാണ് ബോർഡ് നോക്കുന്നത്. ഇനി വേറെ 3 മിനിറ്റ് മാത്രം. വണ്ടർല എല്ലാം തോന്നുന്നു. എന്താ തോന്നാൻ കാര്യം? അതിന്റെ ഒറ്റ ബോർഡ് കണ്ടിട്ട് എന്താണത്? എന്താ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ ഇങ്ങനെ സ്ഥലമായിട്ട് അറിയാമോ? ഓക്കെ, രാമോജിയുടെ അത്രയും വരത്തില്ല. രാമോജി പോലത്തെ ഒരു സ്ഥലത്ത് അത് ഇവിടെ കന്നഡ സിനിമാസ് ഒക്കെ ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കാറുണ്ട്. ആദ്യമേ തന്നെ ഞങ്ങൾ നോട്ട് ചെയ്തത് ഈ വലിയ പാർക്കിംഗ് സ്പേസ് ആണ്. അവിടെ എത്ര വണ്ടികൾക്ക് വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഞങ്ങൾ നേരെ ചെല്ലുമ്പോൾ ഈ ഒരു എൻട്രൻസ് ആണ് കാണുന്നത്. ഓൾറെഡി ഞാൻ ബുക്ക് മൈ ഷോ വഴി ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇവിടെ ബാഗ് ചെക്ക് ചെയ്തതിനു ശേഷം നേരെ അകത്തേക്ക് പോയി. രാമോജിയിലെ പോലെ തന്നെ ഇവിടെയും നമുക്ക് കയ്യിലൊരു ബാൻഡ് കിട്ടിത്തരും. അപ്പോൾ അത് അവിടെ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. ആണ് ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം. അപ്പോൾ ഞങ്ങൾ വന്ന ടൈം 10:40. കറക്റ്റ് സമയത്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം തന്നെ മുന്നിൽ കണ്ടത് 5D. അപ്പോൾ രാവിലെ തന്നെ ഈ 5Dയിൽ കയറാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഒരു 2 hours ഇങ്ങനെ കാറിൽ യാത്ര ചെയ്ത് വന്നുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് അതിൻ്റെതായിട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് കയറാൻ പറഞ്ഞു. അങ്ങനെ ദച്ചുവിന് സംഭവം എന്താണെന്നോലും അറിയില്ല. അങ്ങനെ അവർ കയറി. സംഭവം 5 മിനിറ്റ് ഉള്ളെങ്കിൽ ദച്ചു ഇരിക്കുമെന്ന് ഓർത്ത് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടത് ദച്ചു ക്രൈ ചെയ്താ എടാ ഭയങ്കര നിലവിളി വെളിയെ കേട്ടു. പിന്നല്ല എടാ, ഞാൻ സത്യത്തിൽ വെച്ച ഏടനെ കൊച്ചിനെ കൊണ്ടുപോയി കൊച്ചു വല്ല പ്രശ്നമായോന്നൊക്കെ ഞാൻ വിചാരിക്കുവായിരുന്നു. പിന്നല്ല സീറ്റ് ബെൽറ്റ് ഇട്ടോ? ദച്ചു എന്താ കണ്ട? ചീത. അപ്പൊ ദച്ചു എന്തിനെ കണ്ടു? പോയാ? പിന്നെ വല്ല ഇത് വല്ല കണ്ടോ? ഡൈനോസറിനെ വല്ല കണ്ടോ? ഇല്ല. പിന്നെ എന്തുണ്ട്? സ്റ്റാറോ? സ്റ്റാർ. ഓക്കെ. എയർപ്ലെയിൻ ഉണ്ടോ? ട്രെയിൻ ഉണ്ടോ? ട്രെയിൻ. പ്ലെയിൻ. ഓക്കെ. സൂപ്പർ ആയിരുന്നോ? അടിപൊളി. എന്നാ പോ. പിന്നെ ഒരു സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ടൈറ്റാനിക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
Icebergs from the north drift a long way towards the south. ആയിരത്തി 1912 ടൈറ്റാനിക്കിൽ ഒരു ലക്ഷറി ഡക്കിന് 87 ലാക്കാണ് ലക്ഷറിയുടെ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചേഴ്സിന്. സെക്കൻഡ് ക്ലാസ് പാസഞ്ചേഴ്സിന് ഇതായിരുന്നു റൂം, ഇങ്ങനത്തെ റൂം. അപ്പം അത് ഇതുണ്ടോ, തേർഡ് ക്ലാസ് 58,000. വാട്ടർ 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 ഫിഷ് 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 പേടിക്കണ്ട. വെച്ചു പേച്ചു പോയാ. ഡൈനോ വേണോ? വെച്ചു ഡൈനോ വേണ്ട. സൂപ്പർ ഓക്കെ. ട്വീനി പോവാം. ഡൈനോ കാണാം. മറ്റേതാണ് നാളെ പരീക്ഷ എഴുതണേ. ആരത്? ഡൈനോ ബേബിയാണോ? ബേബി ഡൈനോ. ഓക്കെ. ആ എഗ്ഗാണോ? ആ ചാടി ഡൈനോസർ എന്ത് കയറും, അതിന്റെ എല്ലാം അവിടെ പൊടിച്ച് 4 പേരുടെ നിൽക്കും. ഓ ഈ ഷീറ്റ് വന്ന് അവസാനം വലിയ ഡൈനോസർ പുറത്ത് വീഴും. ആ മനസ്സിലായി. ആ ശരിയാ. മറ്റേ ജുറാസിക് പാർക്ക് 1 പോലത്തെ അല്ലേ? ഇത് വെറുതാണോ? ഡെഡൻ്റായോ? ഇത് കുറെ നേരം കൊണ്ട് കറങ്ങുന്നു മനോട്ടാ. ഇത് എവിടെയാ ചേട്ടാ? കിട്ടിയോ മനോട്ട്? ഞാൻ പറഞ്ഞില്ലേ അവർ അവസാനമായിട്ട് കറക്കിക്കൊണ്ടിരിക്കും. അയ്യോ പക്ഷെ അവിടേക്ക് പോകാൻ പറ്റുന്ന വഴിയില്ല. കിട്ടി രക്ഷോട്ടെ മനോട്ട. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഇറങ്ങാൻ പറ്റിയില്ല. എന്താ ചെയ്ത മാമേ? കിടക്കറന്ന
അടിപൊളിയാണോ? അടിപൊളിയാണോ? നടു പഞ്ചറായ വയറുവേദന എടുത്തിട്ട് പോയി ചിരിച്ചിരിച്ചിരിച്ച് ഓക്കെ ക്യാഷ് ക്യാഷ് സൂപ്പർ സൂപ്പർ എന്തോ ഇടയ്ക്ക് ചാച്ചടൊന്ന് സൂപ്പർ സൂപ്പർ എന്തൊരു പിന്നെ അവിടെ ഇതേപോലെ വേറെയും കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഈ ജോളി ഐലൻഡിലേക്കാണ്. ഇവിടെയാണ് നമ്മുടെ വെള്ളത്തിൽ കളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനുള്ള ഐറ്റംസിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നൈലോൺ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കണം, അത് മസ്റ്റ് ആണ്. സോ ഞാൻ ഞങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ചേഞ്ചിങ് റൂമും ലോക്കറൊക്കെ ഉണ്ട്. വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആകെ തളർന്ന ആവശ്യമായി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓടിപ്പോയി ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ബാത്റൂമിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. വളരെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആണ്. തീർപ്പുള്ള മണ്ണൊന്നും കൊണ്ട് ഇതിനുള്ളിലേക്ക് കയറാൻ അവരാരും സമ്മതിക്കില്ല. കുക്കീസ് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? സൂപ്പർ സ്ഥലം. നമ്മൾ രാവിലെ വന്ന് നന്നായിടാ. അതാണ് വെള്ളത്തിലൊക്കെ ഇതിൽ തണുപ്പുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴായിട്ട് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാലും. ചേട്ടൻ ഓർമ്മയുണ്ട് മറ്റേ ഇന്നോവേറ്റീവ് ഫിലിം സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ പണ്ട് കുറേ നാൾക്ക് ശേഷം വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ തപ്പിയപ്പോൾ അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സംശയം വന്നു അതിന് ക്ലോസ് ആക്കിയോ എന്നുള്ളത്. ഞാൻ നെറ്റിൽ അടിച്ചു നോക്കുമ്പോൾ ടെമ്പററി ക്ലോസ്ഡ് ആയിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ ഞാനത് റിനോവേറ്റ് ചെയ്തോ എന്ന് അങ്ങനെ അടിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് ഇന്നോവേറ്റീവ് ഫിലിം സിറ്റി എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പം ജോളിവുഡ് സ്റ്റുഡിയോസ് ആൻഡ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആക്കിയെന്ന് മനസ്സിലാവുന്നു. ഇവിടെ ഇനി ജൂബിലി തിയേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അവിടെ ഹാഫ് ആൻ അവർ ഡാൻസ് ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കാണുന്നില്ല. പിന്നെ എന്നാ പരിപാടിയുള്ള ലേസർ ഷോ, പിന്നെ ഇവിടെ ഒരു സ്ട്രീറ്റ് ഡാൻസറൊക്കെ ഉണ്ട്. ഈ സ്ട്രീറ്റിൽ തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാർച്ച് ആയതുകൊണ്ട് നല്ല തിരക്ക് കുറവുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഇപ്പോഴും ഉണ്ട്, വെള്ളത്തിൽ കിടക്കുകയാണ് കുറേ ആൾക്കാർ. നമ്മളെന്തായാലും ഇപ്പോൾ നാളെ തെച്ചുവിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടും നമ്മളിപ്പോൾ ഇറങ്ങുകയാണ്. ഫുഡ് വലിയ സുഖമില്ലെന്ന് പറയുന്നത്. ഇവിടെ ബുഫേ ടിക്കറ്റ് എടുക്കാൻ പറ്റും, പക്ഷേ ഫുഡ് വലിയ സുഖമില്ലാത്തതുകൊണ്ട് ബുഫേ എടുക്കാൻ. ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫുഡ് എടുക്കേണ്ട, കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. വലിയ സുഖം പറയാനില്ല. പിന്നെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും സ്നാക്സ് പോലെയൊക്കെ കഴിച്ച് പോകാം എന്നുള്ളതേ ഉള്ളൂ. സമയപരിമിതിക്കുള്ളിലുള്ള ഒരു കുഞ്ഞ് വൺ ഡേ ട്രിപ്പ്. അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ബാംഗ്ലൂരുള്ള ആൾക്കാർക്കൊക്കെ ബെസ്റ്റ് സ്പോട്ടാണ് ഇത്. ആക്ച്വലി സീസൺ അല്ല, അങ്ങനത്തെ സമയത്ത് നമുക്ക് വന്ന് കാണണമെന്നുണ്ടെങ്കിൽ ക്യൂ ഒന്നും നിൽക്കാതെ നമുക്ക് കണ്ടേച്ച് പോകാം. ഈ ഒരു ആംബിയൻസിലൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. ഭയങ്കര രസമുണ്ട്, നല്ലൊരു അടിപൊളി ആംബിയൻസ്. വാട്ടർ പേടിച്ച് പോയടി, പേച്ചു പോയാ? വാട്ടർ മാത്രം എൻ്റെ കൊച്ചു പേച്ചു പോയി, ബാക്കി ഒന്നും പേടിച്ചില്ല. ബാക്കി എല്ലാം മിടുമിടുക്കനായിട്ട് കയറി എൻ്റെ കുഞ്ഞാവ. ഡൈനോ എത്ര ടൈംസ് കണ്ടു? 2 times കണ്ടല്ലേ ഡൈനോ? സൂപ്പർ ഡൈനോ ആയിരുന്നു. ഡൈനോ അങ്ങനെ വെച്ചാ
നമ്മൾ വിചാരിക്കണ പോലെ എപ്പോഴും കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചായ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ടോയ് കാർ ദച്ചുട്ടന്റെ കണ്ണിൽ പെടുന്നതും പിന്നെ അവൻ അത് ഓടിക്കാണ്ട് അവിടെ നിന്ന് ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞതും. അന്നേരമാണ് രാവിലെ 5Dയിൽ കയറിയില്ലല്ലോ എന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. അപ്പൊ പിന്നെ അതിൽ കൂടെ ഒന്ന് കയറാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ അതിലും കയറി പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ച് നോക്കിയപ്പോൾ ഈ ട്രൈബൽ മ്യൂസിയം എന്റെ കണ്ണിൽ പെടുന്നത്. അച്ഛാ അമ്മ ആൻറ്റി ഡാൻസ് ചെയ്യുന്നു. ദച്ചു ചായ 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 ഇടുന്നു. ദച്ചു ഫയർ ബേബി. ശരിക്കും ഇവരുടെ ഒരു വില്ലേജിൽ കയറിയ ഒരു ഫീൽ തന്നെ കിട്ടി കേട്ടോ. ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് ചുറ്റിത്തിരിയാതെ ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ചേട്ടൻ നേരെ കാർ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ദച്ചൂട്ടൻ ഇവിടെ ഓടിക്കളിയൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ അവനെയും പിടിച്ചെടുത്തോണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കാറിലേക്ക് പോകാൻ വെച്ചു. ഇവനെ കൊണ്ട് കാറിൽ എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത്, എന്റെ ദൈവമേ ഇതുവരെയും അടുത്ത ഫോട്ടോസ് ഒന്നും വാങ്ങിയില്ലല്ലോ. പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല, ഫോട്ടോക്കാരനെ തപ്പി തിരിഞ്ഞോടി. ആ വകുപ്പിൽ സ്ട്രീറ്റ് ഡാൻസും കണ്ടു. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവായിട്ട് കാണുന്നതും വീഡിയോയിൽ കാണുന്നതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഒന്നായിരുന്നു ഈ പെർഫോമൻസ്. ചേട്ടൻ ജസ്റ്റ് മിസ്ഡ്. ശരിക്കും ആ സ്ട്രീറ്റിൽ നിന്ന് ഡയറക്റ്റ് ആ പെർഫോമൻസ് കാണുന്നതിന്റെ ഇമ്പാക്ട് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. സമയം എന്ത് പെട്ടെന്നല്ലേ പോകുന്നത്. പറയണതിന് മുന്നേ ഇരുട്ട് വീണു. എനിക്കിത് ഫോട്ടോസ് ഒക്കെ കിട്ടിയ കൂടെ ഒരു കോംപ്ലിമെന്ററി ഫോട്ടോയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറി എക്സിറ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങൾക്ക് ടിഷ്യൂ ബോക്സ് തന്നു. അത് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വൺ ഡേ വ്ളോഗ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. Take care, ta-ta.